സ്നേഹമുള്ളവരെ, എന്തുകൊണ്ടാണ് നമ്മൾ സോഷ്യൽ മീഡിയയിൽ നമ്മുടെ പല ചിത്രങ്ങളും പല വീഡിയോകളും പോസ്റ്റ് ചെയ്യുന്നത്? പ്രത്യേകിച്ച് നമ്മൾ ഒരു സുന്ദരമായിട്ടുള്ള ഒരു സ്ഥലത്ത് പോയെങ്കിൽ, നമ്മൾ ഒരു യാത്ര ചെയ്തതിൻ്റെ ചിത്രങ്ങൾ, അല്ലെങ്കിൽ പുതിയൊരു വാഹനം വാങ്ങിച്ചതിൻ്റെ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കഴിവുകൾ പ്രകടിപ്പിക്കുന്നതിൻ്റെ ഒക്കെ ചിത്രങ്ങളും വീഡിയോകളുമൊക്കെ പോസ്റ്റ് ചെയ്യുന്നത്. അതിന് കാരണം അടിസ്ഥാനപരമായിട്ട് നമ്മൾ നമ്മുടെ നേട്ടങ്ങളും വിജയങ്ങളുമൊക്കെ മറ്റുള്ളവരെ കാണിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അതെ, നമ്മുടെ നേട്ടങ്ങളെ, ഈ വിജയങ്ങളെയൊക്കെ ആഘോഷിക്കുവാനായിട്ട് നമുക്ക് താല്പര്യമുണ്ട്. അത് മനുഷ്യൻ്റെ സ്വാഭാവികമായിട്ടുള്ള ഒരു പ്രവണതയാണ്. കാരണം നമ്മുടെ സമൂഹം ഇന്ന് മനുഷ്യരെ കാണുന്നതും അംഗീകരിക്കുന്നതുമൊക്കെ അവരുടെ നേട്ടങ്ങളുടെയും കോട്ടങ്ങളുടെയും വിജയങ്ങളുടെയും പരാജയങ്ങളുടെയും ഒക്കെ അടിസ്ഥാനത്തിലാണ്. യേശുവിൻ്റെ ശിഷ്യന്മാർ സന്തോഷത്തോടു കൂടി, അതിലുപരി അഭിമാനത്തോടു കൂടി തിരിച്ച് വരുന്ന രംഗമാണ് സുവിശേഷത്തിൽ നമ്മൾ കാണുന്നത്, വിജയകരമായിട്ടുള്ള അവരുടെ സുവിശേഷ പ്രഘോഷണത്തിന് ശേഷം. എന്നാൽ യേശു മറ്റൊരു വഴിയാണ് അവർക്ക് കാണിച്ചു കൊടുക്കുന്നത്. നിശബ്ദതയിൽ, പ്രാർത്ഥനയിൽ അവർ തിരിച്ചറിയണം, അവർ ചെയ്ത കാര്യങ്ങൾ അത് അവരുടെ മാത്രം നേട്ടങ്ങളല്ല, ദൈവത്തിൻ്റെ സഹായത്തോടു കൂടിയാണ് അത് അവർ ചെയ്തത്. ദൈവ സാന്നിധ്യത്തിൽ അവർ ഈ ഒരു സത്യം തിരിച്ചറിയേണ്ടതുണ്ട്. യേശു പറയുന്നൊരു കാര്യമുണ്ട്, വിജയങ്ങൾ മാത്രമല്ല നമ്മളാക്കുന്നത്. എന്തുകൊണ്ടാണത്? നമ്മൾ വിജയങ്ങൾ മാത്രം തേടിപ്പോകുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ വിളിയുടെയും നമ്മുടെ ചില കഴിവുകളുടെയും അടിസ്ഥാനത്തിൽ മനുഷ്യർ നമ്മളെ അംഗീകരിക്കുമ്പോൾ, നമുക്ക് എന്തെങ്കിലുമൊക്കെ സ്ഥാനങ്ങൾ ലഭിക്കുന്നു എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ, പലപ്പോഴും അഹങ്കാരത്താൽ നമ്മൾ പല കാര്യങ്ങളും ചെയ്തു പോകാൻ സാധ്യതയുണ്ട്. അതിലുപരിയായിട്ട് മനുഷ്യനെയും ദൈവത്തെയും ഒക്കെ മറന്ന് പ്രവർത്തിക്കുമ്പോൾ അത് കൂടുതൽ ഗൗരവമുള്ളതാകുന്നു. അതെ, മനുഷ്യൻ്റെ നേട്ടങ്ങളും വിജയങ്ങളുമൊക്കെ അവനെ ഒരു വിധത്തിൽ അന്ധനാക്കാം. മനുഷ്യനോടും ദൈവത്തോടുമുള്ള കാഴ്ചപ്പാടുകളിൽ പ്രശ്നങ്ങളുണ്ടാകാം. അങ്ങനെയുള്ള സംഭവങ്ങൾ ഒത്തിരിയുണ്ട്. യേശു തൻ്റെ ശിഷ്യന്മാരെ ഇങ്ങനെ ഒരു പ്രാർത്ഥനാരൂപിയിലേക്ക്, നിശബ്ദതയിലേക്കും വിചിന്തനത്തിലേക്കുമൊക്കെ വിളിക്കുമ്പോൾ അതിന് ഒന്നേയുള്ളൂ അർത്ഥം, തൻ്റെ ശിഷ്യർക്ക് ഈ അഹങ്കാരം ഉണ്ടാകരുത്. അവർ ചെയ്ത കാര്യങ്ങളിൽ ദൈവത്തിൻ്റെ ശക്തി മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നിശബ്ദതയും ധ്യാനവുമൊക്കെ ആവശ്യമാണ്. അതിന് അവർക്ക് സമയവും ആവശ്യമാണ്. ഈ ഒരു ബോധ്യത്തോടു കൂടി വേണം അവർ നല്ല ഇടയന്മാരായിട്ട് മാറുവാനായിട്ട്. ദൈവത്തിൽ അടിയുറച്ച നല്ല ഇടയന്മാർ. നിർഭാഗ്യവശാൽ ചരിത്രം പറയും, ഇത് എപ്പോഴും അങ്ങനെ ആയിരുന്നില്ല. ഒന്നാമത്തെ വായനയിൽ നമ്മൾ മനസ്സിലാക്കുന്നത് അതുതന്നെയാണ്. ദൈവം ഇവിടെ ഇടപെടുകയാണ്. ദൈവം തന്നെയാണ് തൻ്റെ ജനത്തെ നയിക്കുവാനായിട്ട് ഇറങ്ങി വരുന്നത്, അവരുടെ നല്ല ഇടയനായിട്ട് മാറുന്നത്. കാരണം എന്താ? അക്കാലത്ത് ഉണ്ടായിരുന്ന ഇടയന്മാർ അവരുടെ ശുശ്രൂഷ മറന്നിട്ട്, അവരുടെ നീതിബോധം മറന്നിട്ട്, നന്മ മറന്നിട്ട് പെരുമാറുകയാണ്. അവർക്ക് ലഭിച്ച ആ നേട്ടങ്ങളും സ്ഥാനമാനങ്ങളും ഒക്കെ ദുരുപയോഗിക്കുകയാണ്. അപ്പോൾ നമ്മൾ ചോദിക്കും, ഒരു ഇടയൻ അയാൾ തൻ്റെ നേട്ടങ്ങളും വിജയങ്ങളും ആഘോഷിക്കാൻ പാടില്ലേ? അത് നിഷിദ്ധമാണോ? തീർച്ചയായിട്ടുമല്ല. ഒരു നല്ല ജീവനുള്ള കൂട്ടായ്മ സൃഷ്ടിക്കുവാനായിട്ട്, അല്ലെങ്കിൽ നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്യുവാനായിട്ട്, സന്തോഷമുള്ള മനുഷ്യരോടൊപ്പം ആകുവാനായിട്ട് ഒക്കെ എല്ലാ ഇടയന്മാർക്കും അവകാശമുണ്ട്. എല്ലാവർക്കും ഇപ്രകാരമുള്ള നേട്ടങ്ങൾ ആവശ്യവുമാണ്. അവർ ചെയ്യുന്നത് നല്ലതാണ്, ശരിയാണെന്ന് ഉള്ള തിരിച്ചറിവിനുള്ള കാര്യങ്ങളാണതൊക്കെ. എന്നാൽ അതിലുപരിയായിട്ട് ദൈവത്തിനും പ്രാർത്ഥനയ്ക്കുമൊക്കെ നമ്മൾ സമയം കണ്ടെത്തേണ്ടിയിരിക്കുന്നു. എൻ്റെ കലണ്ടറിൽ ഒരു ചൈനീസ് പഴമൊഴിയുണ്ട്, എല്ലാ ദിവസവും അല്പസമയം നിന്നോടൊപ്പം നീ സമയം ചെലവഴിക്കുക. അത് ശരിയായിട്ടുള്ളൊരു കാര്യമാണ്. എന്നാൽ കുറേ കൂടി സുന്ദരമാണ് ദൈവത്തോടൊപ്പവും സ്വന്തമായിട്ടും
സമയം ചെലവഴിക്കുക എന്നുള്ളത്. അതെ, നമ്മുടെ ജീവിതം ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ഇങ്ങനെ ചേർന്ന് പോകുമ്പോൾ, മനുഷ്യരോടുള്ള പെരുമാറ്റങ്ങളിൽ അഹങ്കാരത്തിൻ്റെ അന്ധത കടന്നു വരാതിരിക്കുമ്പോൾ, അപ്പോഴൊക്കെ നമ്മൾ നമ്മുടെ ജീവിതം ദൈവത്തോടൊപ്പം ആഘോഷിക്കുക. അതിന് നമുക്ക് സമയം ആവശ്യമാണ്, അതിന് നിശബ്ദത ആവശ്യമാണ്, ധ്യാനം ആവശ്യമാണ്, പ്രാർത്ഥന ആവശ്യമാണ്. അതിന് സർവശക്തനായ ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.